പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങൾ കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലേക്കൊന്ന് പോവുകയാണ്. അവിടെ തിരുവുത്സവമാണ്. അവിടെ പോകാനുള്ള പ്രത്യേക ഒരു കാരണം കൂടി ഇന്നുണ്ട്. എൻ്റെ മോൾക്ക് SLCക്ക് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അതിന് ഒരു വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം ഇന്ന് ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് അവിടെ നടക്കുന്നുണ്ട്. അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. രാവിലെ 10 മണിക്കാണ് പൊതുസമ്മേളനം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ 10:30 സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനെ, അതുപോലെ കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, അങ്ങനെ നിരവധി ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് ഏറെക്കുറെ 11 മണി കഴിഞ്ഞു. അപ്പോൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ അലങ്കാര ഗോപുരങ്ങളും ഒക്കെ ഇതാണ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ്. അപ്പോൾ നല്ലൊരു നിറഞ്ഞ സദസ്സിലാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോള് ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ 10Bയിലാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഒരു വർഷം അവിടെയാണ് പഠിച്ചത്. അത് ഞാൻ SLCക്ക് A+ കിട്ടിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് അവിടെ ഒരു സ്കൂളിൻ്റെതായിട്ടൊരു ആദരവ് അന്ന് നടന്നായിരുന്നു. അതിനുശേഷം തിരുവുത്സവത്തോടനുബന്ധിച്ച് ഒരു വലിയ പൊതുസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ ക്യാഷ് അവാർഡും മൊമെൻറ്റോയും ഒക്കെ വിതരണം ചെയ്ത് അത് ഞങ്ങളെ അറിയിച്ചായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് MLAയും MP ഒക്കെ ഇവിടുന്ന് മടങ്ങിയായിരുന്നു. അതിനുശേഷമാണ് അവാർഡ് വിതരണം ഇവിടെ നടക്കുന്നത്. SNDP യോഗത്തിൻ്റെ ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ അടക്കം കുമാരമംഗലം ദേവസ്വം ഭാരവാഹികളും എല്ലാം സ്റ്റേജിലുണ്ട്. നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. നിരവധി കുട്ടികളെ അവിടെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഫുൾ A+കാരാണ് ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് മോളുടെ പേര് വിളിച്ചു. അതിനുശേഷവും നിരവധി കുട്ടികളെ അവിടെ ആദരിക്കുന്നുണ്ടായിരുന്നു. സ്പോർട്സിലും മറ്റ് മികവ് നേടിയ കുട്ടികളെല്ലാം ആദരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുപിട്ടി. അദ്ദേഹം ഫേസ്ബുക്കിൽ നമുക്ക് ഫ്രണ്ടാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിച്ചു, പുതുപ്പള്ളി വിനോദ് എല്ലാം എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹം കുമരകം പള്ളിച്ചിറയിലാണ് താമസിക്കുന്നത്. അനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇത് ശ്രീകുമാരമംഗലം ദേവസ്വം ഓഫീസാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദവർഷത്താൽ പുണ്യമായ ഒരു ഭൂമിയാണ് ശ്രീകുമാരമംഗലം. ഗുരുദേവനെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ക്ഷണിക്കാൻ പോകുന്നതും അതുപോലെ ഗുരുദേവനെ വള്ളത്തേൽ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഗുരുദേവൻ ഈ മണ്ണിൽ കാല് കുത്തുന്നത് മുതൽ ഇവിടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതും അതുപോലെ ഇവിടെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെ നിരവധി മനോഹരമായ ചുവർ ചിത്രങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ദേവസ്വം ഓഫീസാണ് ശ്രീകുമാരമംഗലം ദേവസ്വം ഓഫീസ്. അതിനുശേഷം ഞങ്ങൾ ഓഫീസിൽ കയറി. നമസ്കാരം. ഇടയ്ക്ക് കണ്ടു, പിന്നെ കണ്ടില്ല. കൊച്ചിന് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇവിടെയാ പഠിച്ചേ. 10ാം ക്ലാസ്സിലായിരുന്നു. പോയേ ഉടനെ പോയേ. ശരി, അവിടെ ഉണ്ട്, അവിടെ കാണാം, അവിടെ കാണാം. അതിനുശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. അവിടെ അന്നേരം മോള് കൂട്ടുകാരികളെ വിളിക്കാൻ പോയി. അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം നല്ല ലൊക്കേഷനാണ് ഇത്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ്. കായലിൻ്റെ തീരമാണ്. ധാരാളം ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ലൊരു മനോഹരമായ ആൽത്തറയും അവിടെയുണ്ട്. എല്ലാവരും ഫുൾ A+കാരല്ലേ? അങ്ങനെ മോളുടെ കൂട്ടുകാരികളുടെ എല്ലാം അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത്
നമുക്ക് കിട്ടിയ മൊമൻറ്റോയും ക്യാഷ് അവാർഡുമാണ്. അപ്പം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അലങ്കാരങ്ങൾ ഉണ്ടാവും, തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളാണ് ക്ഷേത്രത്തിൽ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഗുരുദേവ ക്ഷേത്രം. വളരെ മനോഹരമായ ഒരു ഗുരുദേവ ക്ഷേത്രവും അതിന് തൊട്ട് സമീപത്തായിട്ട് ഒരു മുരുകക്ഷേത്രവും. കുമരകത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെ തിരുവുത്സവം. അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങളിവിടെ വരുന്നതാണ്. മിക്ക ദിവസങ്ങളും രാത്രി വന്ന് പരിപാടികൾ കാണാം. 10 ദിവസവും നല്ല തകർപ്പൻ പരിപാടികൾ നടക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള മൈതാനത്ത് കുട്ടികൾക്കായിട്ടുള്ള വിനോദ ഉപാധികളെല്ലാം തയ്യാറായിട്ടുണ്ട്. ധാരാളം റൈഡുകളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സന്ധ്യയാകുമ്പോഴത്തേനാണ് തിരക്കാവുന്നത്. ഇപ്പം പകല് അതിഭയങ്കരമായ ചൂടാണ്, ഉച്ച സമയമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നല്ല തിരക്കാണ് ഭക്ഷണശാലയിൽ. അപ്പോൾ നമ്മുടെ ഗോപാലൻ തന്ത്രികൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഭക്ഷണശാലയിൽ തിരക്കായെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം കുറച്ച് മുമ്പേ വന്നപ്പോഴും നല്ല ആളായിരുന്നു. ഇപ്പോഴും നല്ല തിരക്കിനൊട്ടും കുറവില്ല. അപ്പോൾ അടുത്ത ഏറ്റിന് തന്നെ ഞങ്ങളിരുന്നു. ഗംഭീരമായ സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് കറികളും അതുപോലെ തന്നെ പായസവും എല്ലാം ആയിട്ട് നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഉത്സവ നാളുകളിൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അതിനുശേഷം കടവിലിറങ്ങി ഞങ്ങൾ കാലും മുഖമൊക്കെ കഴുകി അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇപ്പോഴും ചൂടിന് സ്വല്പം കുറവൊന്നുമില്ല. ഏകദേശം 3 മണിയോളമായി. ഇന്നലെയാണ് ഈ ക്ഷേത്രത്തിലെ 120ാമത് തിരുവുത്സവത്തിന് തൃക്കൊടിയേറിയത്. കുമാരമംഗലം ദേവസ്വത്തിൻ്റെയും കുമരകത്തെ 4 SNDP ശാഖകളുടെയും സംയുക്തമായിട്ടാണ് ഈ തിരുവുത്സവം ഇവിടെ കൊണ്ടാടുന്നത്. ഇന്ന് മാർച്ച് 4 ഒന്നാം ഉത്സവമാണ്. ഇന്ന് വൈകിട്ട് SKM സ്റ്റാർ നൈറ്റാണ്. നാളെ കൊച്ചിൻ പ്രണവത്തിൻ്റെ മെഗാഷോയും, മാർച്ച് 6 SKM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മാർച്ച് 7 കോട്ടയം കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള, മാർച്ച് 8 കൊച്ചിൻ കലാഭവൻ്റെ ഗാനമേള, മാർച്ച് 9 പള്ളിവേട്ട നടക്കുന്നത്. അന്ന് വൈകിട്ട് മെഗാഷോയുണ്ട്. മാർച്ച് 10 ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്.